ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഹണീത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഹണീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട്. ഹണീത്ത് സ്പൈസസ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പച്ചമല്ലി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ആണെങ്കിൽ അതും എടുക്കാം. 6 7 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗ്രാമ്പൂ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പച്ചമല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പൊടികൾ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടറിയതിനു ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള നമ്മൾ റോസ് സ്പൈസസൊക്കെ ഇവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് ചെറിയ പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം. വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 പീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 2.5 3 കപ്പൊക്കെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മളെ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. പക്ഷേ ഞാനിപ്പം അത് ചേർക്കുന്നില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നില്ല. ഇത് വെന്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേവിച്ചെടുക്കട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ചിക്കൻ്റെ സ്റ്റോക്കിൽ നിന്നിട്ട് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ്. മന്തിയൊക്കെ മാറി നിൽക്കും, അത്രയും ടേസ്റ്റാണിത്. ഈ റൈസ് കഴിക്കാനായിട്ട് ചിക്കൻ ഹണീത്ത്. കുറച്ച് വെള്ളം കൂടി എടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ചിക്കനെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചിക്കനിൻ്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹണീത്ത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായും കറാമ്പൂവും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള വലിയ സവാള 3 എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എത്ര കനം കുറഞ്ഞ് അരിയാൻ പറ്റുന്നുണ്ടോ അത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഹണീത്ത് കഴിക്കുമ്പോൾ ഇതിൽ ഉള്ളി ഇട്ടിട്ടുണ്ടെന്ന് തോന്നാൻ പാടില്ല. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ടത് നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടരുത്. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ യെല്ലോയും റെഡും കൂടി ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇത് മാത്രം ഗ്രീന് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ പീസായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള നമ്മളെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ചതിനുള്ള ആ സ്റ്റോക്കും കൂടി നമ്മൾ അരക്കപ്പ് ഒരു 3/4 കപ്പിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടും നമ്മൾ ചിക്കനിലേക്ക്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള കൂട്ടൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് അളന്നിട്ട് ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വേവിച്ചിട്ടുള്ള ആ സ്റ്റോക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് 2 കപ്പാണ്. അപ്പോൾ 2 കപ്പ് ഞാൻ അളന്നിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കപ്പ് തന്നെയാണ് അരി എടുക്കുന്നതും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ വെള്ളം അളന്നിട്ടുള്ള ആ ഒരു കപ്പിന് 7 കപ്പ് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ ടൈം പിടിക്കും ഇത് തിളച്ച് കിട്ടാനായിട്ട്. ഞാനിവിടെ മന്തീൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു സ്റ്റീമറിലിട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിവായതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് വെള്ളത്തിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു സമയം ഇതിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഒരു ഉപ്പിന് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാഗി ക്യൂബ് വേണമെന്ന് വെച്ചെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വെട്ടിയിട്ട് ഇതൊന്നും ഒട്ടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ഹണീത്ത് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ, കാരണം അത്രയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത് കളറാണ് ഇതിന് നല്ല പെർഫെക്റ്റായിട്ട് വേണ്ടതും. അപ്പോൾ ആ ചിക്കൻ ഹണീത്ത് ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വെന്തൊടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല റൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.